നമ്മളിന്ന് ഫസ്റ്റായിട്ട് ചെയ്യുന്നത് സിമ്പിളായിട്ട് എങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ നോക്കാം. 53 ഇൻറ്റു 6 ഇതിനെങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റായിട്ട് നമ്മൾ 6നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 കിട്ടും. 8ലെ 8 ഇവിടെ എഴുതുക, 1നെ ഇവിടെ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പം 8ന് ഇവിടെ എഴുതി, 1ന് റിമൈൻഡർ ആയിട്ട് എഴുതി. ഓക്കെ, നെക്സ്റ്റ് 5 ഇൻറ്റു 6 രണ്ടാമത്തെ സംഖ്യനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 6 എത്രയാണ്? 30നും ഈ ഒരു 1ഉം റിമൈൻഡറും കൂടെ ചെയ്യുമ്പോൾ 31 കിട്ടും. ഇതിന് ഇവിടെ എഴുതും. ഇങ്ങനെയാണ് സിമ്പിളായിട്ടൊരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് സെക്കൻഡ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ 2 സംഖ്യകളുള്ള 2 ഡിജിറ്റ് നമ്പർ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. നമുക്കൊന്ന് 2 ഡിജിറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 53 ഇൻറ്റു 24 ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ 4നെ കൊണ്ട് ഈ ഓരോ 3യും 5ഉം ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ 4 ഇൻറ്റു 3 ചെയ്യാം. ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്രയാണ്? 12 ആണ് കിട്ടുക അല്ലേ? അപ്പം ആ 12 കിട്ടുമ്പം 12ലെ 2 ആണ് ഇവിടെ എഴുതുക. 1നെ ഈ ഒരു 1നെ നമ്മൾ റിമൈൻഡർ ആക്കി വെക്കുകയാണ് ചെയ്യുക. ഒരു കാരണവശാലും 2 കൊണ്ടുപോയിട്ട് റിമൈൻഡറും 1 ഇവിടെയും എഴുതരുത്. 1 എപ്പോഴും 12 എന്ന സംഖ്യ കിട്ടും. 3 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 12 എന്ന സംഖ്യ കിട്ടുമ്പോൾ അതിൽ 2നെയാണ് ഇവിടെ എഴുതി 1 നമ്മൾ റിമൈൻഡർ ആക്കി വെക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് 4 ഇൻറ്റു 5. 4 ഇൻറ്റു 3 ചെയ്തു, 12 കിട്ടി. 12ലെ 2നെ ഇവിടെ എഴുതി, 1നെ ഇവിടെ എഴുതി. ദെൻ 4 ഇൻറ്റു 5 എത്രയാ? 20. 20യും ഈ ഒരു 1ഉം 21 കിട്ടും അല്ലേ? അപ്പം ആ ഒരു 21 ഇവിടെ എഴുതാം. ഈ 21 കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ കാരണം ഇവിടെ ഇനി ഈ ഒരു 4നെ കൊണ്ട് വേറെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഇവിടെ സംഖ്യ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ മൊത്തമായിട്ട് ഇവിടെ എഴുതുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വേറൊരു സംഖ്യ കൂടെ ഉണ്ടെങ്കിൽ 1 എഴുതി 2നെ റിമൈൻഡർ ആക്കി വീണ്ടും വെക്കും. ഓക്കെ, അപ്പം 21 എഴുതി. ദെൻ ഇനി നമുക്ക് ചെയ്യാനുള്ളത് 2 ഇൻറ്റു 3 ആണ്. ഓക്കെ, ഈ 2 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 6 കിട്ടും. ആ ഒരു 6നെ നമ്മൾ ഇവിടെ എഴുതാം. ഓക്കെ, ഈ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ നേരെ ഇതേ വരിയിൽ തന്നെ 6നെയും എഴുതണം. മനസ്സിലായോ? അല്ലാതെ ഇതിൻ്റെ നേരെ ചോടെ കൊണ്ടുപോയി എഴുതരുത്. 2ൻ്റെ നേരെ താഴെ കൊണ്ടുപോയി എഴുതരുത്. സെക്കൻഡ് ഡിജിറ്റിനെ 24ൻ്റെ സെക്കൻഡ് ഡിജിറ്റായ 2നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ലെയറിൽ, ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയറിൽ, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ 2ൻ്റെ നേരെ അതേ ലൈനിലാണ് എഴുതുക. ഓക്കെ, 2ൻ്റെ അതേ ലൈനിലാണ് 6നെ എഴുതുക. ദെൻ 2 ഇൻറ്റു 3 6 ആണ്. 2 ഇൻറ്റു 5 10 ആണ്. ഓക്കെ, അപ്പം ഈ ഒരു 10 ഇവിടെ എഴുതാം. അപ്പം നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, സ്ഥാനം നോക്കി എഴുതണം. 10ൻ്റെ 0 ഇവിടെയും 1 ഇവിടേക്ക് ഇങ്ങോട്ട് തിരിച്ച് നിൽക്കും പുറത്തേക്ക്. ഓക്കെ, ഇനി ഇവിടെ ആഡ് ചെയ്യാം. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ആഡ് ചെയ്യാം. 2ൻ്റെ നേരെ ചോടെ ഒരു സംഖ്യ ഉണ്ടാവില്ല. 2 എഴുതുക. 1 + 6 7 ആണ്. 2 + 0 2 ആണ്. 1നെ അതേപോലെ താഴേക്ക് ഇറക്കി എഴുതുക. ആൻസർ ബിക്കം
1272. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.